to another problem. There are two factories located at P and other at Q. Two factories parayanu, P and Q. From these locations, a certain commodity is to be delivered to 3 depots at A, B and C. This factory in certain products, commodity, depot like അയക്കണം. ആ 3 ഡിപ്പോട്ടാണ് പറയുന്നത് എ ബി ആൻഡ് സി ഡിപ്പോട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്ന് ഈ 3 ഡിപ്പോട്ട്സിലേക്ക് പ്രൊഡക്ട്സ് അയക്കുന്നുണ്ട്. ദ വീക്ക്ലി റിക്വയർമെൻറ്റ്സ് ഓഫ് ഡിപ്പോട്ട്സ് ആർ, ഒരാഴ്ചത്തേക്ക് വീക്ക്ലി, അതായത് ആ ഡിപ്പോട്ടിലേക്ക് എത്തിക്കേണ്ട പ്രൊഡക്ട്സ് കൊമോഡിറ്റി എത്ര എത്തണം? 5 യൂണിറ്റ്സ് അറ്റ് എ, 5 യൂണിറ്റ്സ് അറ്റ് ബി ആൻഡ് 4 യൂണിറ്റ്സ് അറ്റ് സി. അത് വീക്ക്ലി റിക്വയർമെൻറ്റ്സ് ആണ് അതവിടെ. ദെൻ while the production capacity at P and Q are 8 and 6. Factory P യുടെ production capacity 8 units ആണ്, factory Q യുടെ 6 units ആണ്. അപ്പോൾ അവിടുന്ന് ഇത്ര ഈ മാക്സിമം യൂണിറ്റ്സ് വെച്ചിട്ട് കൊമോഡിറ്റി ഡിപ്പോട്ട്സിലേക്ക് പോകണം. Now, the cost of transportation per unit is given below. അതാണ് ഈ ടേബിൾ. അതായത് പിയിൽ നിന്ന് എ എന്നുള്ള ഡിപ്പോട്ടിലേക്ക് പോവാൻ ഒരു കൊമോഡിറ്റി പോകണമെങ്കിൽ പെർ കോസ്റ്റ് ഇൻ റുപ്പീസ് എത്രയാണ്? 160, ബിയിലേക്ക് പോവാൻ 100, സിയിലേക്ക് പോവാൻ 150. ഇതേമാതിരി ഫാക്ടറി ക്യൂ എന്ന് ഈ ഡിപ്പോട്ടിലേക്ക് സാധനം അയക്കുമ്പോൾ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 100, 120, 100 അതാണ് പറയണത്. Okay, now how many units should be transported from each factory to each depot in order that the transportation cost is minimum, and what is the minimum transportation cost? അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഫാക്ടറി പി എന്നുള്ള ഫാക്ടറിയും ക്യൂ എന്നുള്ള ഫാക്ടറിയിൽ നിന്നും എത്രമാത്രം യൂണിറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്താലാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം വരിക. ഇവിടുന്ന് പിയിൽ നിന്നും ക്യൂവിൽ നിന്നും എത്രമാത്രം യൂണിറ്റ്സ് പോകണമെന്ന്. So that the transportation cost is minimum. But transportation cost avade minimum aayittu varanam. So here namukku idu figure aayittu varakkumbo koodal manasilavum. Let us see. Consider the factory P and the factory Q. P and Q. P, Q യുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 8 യൂണിറ്റ്സ് എന്ന് പറയുന്നുണ്ട്, ഇവിടെ 6 യൂണിറ്റ്സ് എന്നും പറയുന്നുണ്ട്. ക്ലിയർ? 8 യൂണിറ്റ്സ്, 6 യൂണിറ്റ്സ് മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി അറ്റ് P and Q ആർ 8 and 6. ഇനിയുള്ളത് 3 ഡിപ്പോട്ട്സ് ആണ്, എ, ബി ആൻഡ് സി. 3 ഡിപ്പോട്ട്സ്. ദീസ് ആർ ഡിപ്പോട്ട്. ബി ഓൾസോ ഈസ് എ ഡിപ്പോട്ട്. ദിസ് ഈസ് ദ ഫാക്ടറി. ക്ലിയർ? ഇനി എ ബി സിയുടെ മാക്സിമം വീക്ക്ലി റിക്വയർമെൻറ്റ്സ് എത്ര വരണം? 5 യൂണിറ്റ്സ് എയിലേക്ക് വരണം, 5 യൂണിറ്റ്സ് ബിയിലേക്ക് വരണം, 4 യൂണിറ്റ്സ് സിയിലേക്ക് വരണം. ഇതാണ് റിക്വയർമെൻറ്റ്സ്. ഇനി എത്രമാത്രം യൂണിറ്റ്സ് പോകണമെന്ന്, പി എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് എ ബി സിയിലേക്ക് എത്ര കൊമോഡിറ്റി പോകണം, ക്യൂ എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് എത്ര കൊമോഡിറ്റി എ ബി സി ഡിപ്പോട്ടിലേക്ക് പോകണം, ഇതാണ് നമ്മളോട് ചോദ്യം. സോ ലെറ്റ് പി എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് എയിലേക്ക് എക്സ് യൂണിറ്റ്സ് പോകണ്ടെന്ന് വയ്ക്കുക. പി എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് എ എന്നുള്ള ഡിപ്പോട്ടിലേക്ക് എക്സ് യൂണിറ്റ്സ് പോകണു. ബി എന്നുള്ള ഫാക്ടറിയിലേക്ക്, ബി എന്നുള്ള ഡിപ്പോട്ടിലേക്ക് വൈ യൂണിറ്റ്സ് പോകണു സപ്പോസ്. എങ്കിൽ സി എന്നുള്ള ഡിപ്പോട്ടിലേക്ക് എത്ര യൂണിറ്റ്സ് ആയിരിക്കും പോകണ്ടാവുക? കാരണം ഇവിടെ പറയുന്നുണ്ട് പി എന്നുള്ള ഫാക്ടറിയിലേക്ക് മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 8 യൂണിറ്റ്സ് ആണ്. ആ 8 യൂണിറ്റ്സിൽ നിന്ന് എക്സ് യൂണിറ്റ് പോയി, വൈ യൂണിറ്റ് പോയി എ ഡിപ്പോട്ടിലേക്കും ബി ഡിപ്പോട്ടിലേക്കും. ആ ബാക്കിയുള്ളതല്ലേ സിയിലേക്ക് പോവുള്ളൂ, കാരണം ടോട്ടൽ കപ്പാസിറ്റി 8 യൂണിറ്റ്സ് ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ 8 minus x minus 5, isn't it? 8 minus x minus y will go to depot A. അല്ലേ? 8 യൂണിറ്റ്സിൽ നിന്ന് എക്സ് പോയി, വൈ പോയി. അപ്പോൾ ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ 8 minus x minus y will go to the depot C. അപ്പോൾ എത്രയൊക്കെ യൂണിറ്റ്സ് ആണ് പി എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് എ ബി സിയിലേക്ക് പോകണത് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എക്സ്, വൈ, 8 minus x minus y. അപ്പോൾ നമുക്ക് ഈ എക്സ് വൈ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൻസറായി. നൗ സെയിം വേ കം ടു ക്യൂ. ഈ ക്യൂ എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് എ ബി സിയിലേക്ക് യൂണിറ്റ്സ് പോകുന്നുണ്ട്. അത് എന്തൊക്കെയെന്നുള്ളത് നോക്കാം. Now, so
ഇവിടെ എത്ര വരും? ക്യൂന്ന് എയിലേക്ക് പോണു, ക്യൂന്ന് ബിയിലേക്ക്, ക്യൂന്ന് സിയിലേക്ക്. isn't it? സോ ഇവിടെ ഡിപ്പോട്ട് എയിൽ 5 യൂണിറ്റ്സ് ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഡിപ്പോട്ട് എയിൽ വീക്ക്ലി റിക്വയർമെൻറ്റ്സ് 5 യൂണിറ്റ്സ് ആണ്. 5 യൂണിറ്റ്സിൽ എക്സ് യൂണിറ്റ്സ് പിന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളതല്ലേ ക്യൂന്ന് പോകാൻ പാടുള്ളൂ. കാരണം പിന്നും ക്യൂന്നും വരുന്നതിന് മാക്സിമം എത്ര യൂണിറ്റ്സ് വേണം? എ ഡിപ്പോട്ടിൽ 5 യൂണിറ്റ്സേ വേണ്ടോ? 5 യൂണിറ്റ്സിന്ന് എക്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് ക്യൂ എന്ന് പോകാൻ പറ്റുള്ളൂ. സോ ഇൻ ദ സെയിം വേ വി റൈറ്റ് ദിസ് ആസ് 5 മൈനസ് എക്സ്. ഇതേപോലെ പിയിൽ നിന്ന് ബിയിലേക്ക് വൈ വന്നു. ബിയിൽ മാക്സിമം 5 യൂണിറ്റ്സ് കപ്പാസിറ്റി യൂണിറ്റ്സ് ആണ് റിക്വയർമെൻറ്റ്. അതിൽ വൈ യൂണിറ്റ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് അതായത് 5 മൈനസ് വൈ എന്നുള്ള യൂണിറ്റ്സ് ആണ് എവിടുന്ന് പോവുക? ഫാക്ടറി ക്യൂ എന്ന് ബിയിലേക്ക് പോവുക. നൗ വാട്ട് അബൌട്ട് സി? സി 4 യൂണിറ്റ്സ് ആണ് റിക്വയർമെൻറ്റ് വേണ്ടത്. അതിൽ 8 മൈനസ് എക്സ് മൈനസ് വൈ വന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ക്യൂന്ന് എത്ര പോകണം? ഈ ടോട്ടൽ 4ന്ന് 4 മൈനസ് ഓഫ് 8 മൈനസ് എക്സ് മൈനസ് വൈ ആണ് സി എന്ന് എവിടേക്ക് പോവുക? ക്യൂവിലേക്ക് പോവുക. സി എന്നുള്ള ഫാക്ടറിന്ന് ക്യൂ എന്നുള്ള ഫാക്ടറിന്ന് സി ഡിപ്പോട്ടിലേക്ക് പോവുക. കാരണം ഇവിടെ 4 യൂണിറ്റ്സ് വേണ്ടോ? അതിൽ 8 മൈനസ് എക്സ് മൈനസ് വൈ വന്നു കഴിഞ്ഞു. അപ്പോൾ 4 ടോട്ടൽ 4ൽ ഇത്ര വന്നു. അപ്പോൾ ബാക്കിയുള്ളതേ ക്യൂന്ന് പോകാൻ പറ്റുള്ളൂ. സോ 4 മൈനസ് ഓഫ് എത്ര വന്നത്? 8 മൈനസ് എക്സ് മൈനസ് വൈ. സോ ദീസ് ആർ ദ യൂണിറ്റ്സ്. യൂണിറ്റ്സ് ആയിട്ട് കഴിഞ്ഞു. നമ്മുടെ ചോദ്യം പിയും ക്യൂവിൽ നിന്ന് എത്രമാത്രം യൂണിറ്റ്സ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിയിൽ നിന്ന് എത്രയൊക്കെ പോവാം? എയിലേക്ക്, എ ബി സിയിലേക്ക്, ക്യൂന്ന് എ ബി സിയിലേക്ക് എത്ര പോവാം എന്നുള്ളതായി കഴിഞ്ഞു. സോ ലെറ്റ് us ഗോ ഫോർ എക്സ് ആൻഡ് വൈ കാണാനായിട്ട്. ഇനി എന്താണ്? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം വരണം. അപ്പോൾ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഇനി പി ഇന്ന് എ ബി സിയിലേക്കുള്ള കോസ്റ്റ് എത്രയാണ്? 160, 100, 150. 160, 100. ദിസ് ഈസ് റുപ്പീസ് 160. ദിസ് ഈസ് റുപ്പീസ് 100 ആൻഡ് ദിസ് ഈസ് റുപ്പീസ് 150. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയായിരിക്കും? പിയിൽ നിന്ന് എയിലേക്ക് എക്സ് യൂണിറ്റ്സ് പോകണു. അതിൻ്റെ കോസ്റ്റ് റുപ്പീസ് 160 ആണെന്ന്. അപ്പോൾ അവിടുത്തെ പിയിൽ നിന്ന് എയിലേക്ക് വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്ര വരും? 160 എക്സ്. പിയിൽ നിന്ന് ബിയിലേക്ക് 100 ഇൻറ്റു വൈ. പിയിൽ നിന്ന് സിയിലേക്ക് 150 ഇൻറ്റു 8 മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ളതായിരിക്കും അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരിക. സെയിം വേ ക്യൂ നിന്ന് എ ബി സി ഡിപ്പോട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്നാണ് പറയണത്? 100 റുപ്പീസ് 100, then rupees 120 and this is rupees 100 again. So transportation cost from Q to ABC എത്ര വരും? 100 into 5 minus x, 120 into 5 minus y, 100 into 4 minus of 8 minus x minus y എന്നുള്ളതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇനി ഇതെല്ലാം കൂടിയതല്ലേ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരിക. പിന്ന് എ ബി സിയിലേക്കുള്ളതും ക്യൂന്ന് എ ബി സിയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്തതായിരിക്കും നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അത് മിനിമം ആവണം. അതാണ് ചോദ്യം. ഇനി കൺസ്ട്രെയിൻസ് എന്താന്ന് നോക്കാം. ഇവിടെ കൺസ്ട്രെയിൻസ് വേറെ യൂണിറ്റ്സിൻ്റെ ഒന്നും പറയുന്നില്ല. ആ യൂണിറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എത്രമാത്രം യൂണിറ്റ്സ് ഓരോ ഡിപ്പോട്ടിലേക്ക് പോവാമെന്നുള്ളതാണ് എഴുതിയത്. ഇനി ഇവിടെ ഓരോ യൂണിറ്റ്സും നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ റിക്വയർഡ് കണ്ടീഷൻസ് ഫോം ചെയ്യുന്നത്. നോക്കാം ഓരോന്നും. ദാറ്റ് ഈസ് ഇവിടെ എക്സ് നമ്മളിവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലെറ്റ് എക്സ് യൂണിറ്റ്സ് ഓഫ് കൊമോഡിറ്റി ബി പാസ്ഡ് ഫ്രം ഫാക്ടറി പി ടു ഡിപ്പോട്ട് എ, y units B pass from factory P to depot B അല്ലേ? അപ്പോൾ സോ എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത യൂണിറ്റ് ഏതാ വരുന്നത്? 8 മൈനസ് എക്സ് മൈനസ് വൈ സി എന്നുള്ള ഡിപ്പോട്ടിലേക്ക് പോകണു. അതൊരു യൂണിറ്റ് ആണ്, കൊമോഡിറ്റി. അതും നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻറ്റ് ആണ്. ഇതിന്ന് എന്ത് എഴുതാം? മൈനസ് എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -8. അപ്പോൾ മൈനസ് കോമൺ പുറത്തേക്ക് എടുക്കാം. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -8.
ഇനിക്വാളിറ്റി ആണ്. ഡയറക്റ്റ്ലി നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യാണത്? ക്യാൻസൽ -1 ആണ് ഇവിടെ. -1 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -8/-1. ആ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തിട്ട് 8 ആവും. പക്ഷേ ഇനിക്വാളിറ്റിയിൽ നമ്മൾ 11th പഠിക്കുന്നുണ്ട്, whenever an inequality is multiplied or divided with a negative constant, the inequality gets reversed. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു -8/-1 which is 8. -8/-1 which is 8. അപ്പോൾ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഇതാണ് നമുക്ക് കൺസ്ട്രെയിൻസ് കിട്ടുന്നത്. അപ്പോൾ എ ബി സിയിലേക്കുള്ള കൺസ്ട്രെയിൻറ്റ് യൂണിറ്റ്സ് പോണത് ഇതൊക്കെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേപോലെ അടുത്തത് എടുക്കുക. ഇത് പി എന്നുള്ള ഫാക്ടറി ടു എ ബി സി ആണ് നമ്മൾ എഴുതിയത്. ഇനി ക്യൂ എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് കമോഡിറ്റീസ് ഏതൊക്കെയാണ് പോണത്? 5 - x, 5 - y, 4 - -8 - x - y. അത് എല്ലാം എന്തായിരിക്കും? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആയിരിക്കും. സോ 5 - x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. സോ -x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5. ഇതും മൈനസ് മൈനസ് ഇനിക്വാളിറ്റി, അപ്പോൾ റിവേഴ്സ് ആയിട്ട് 5 എന്ന് വരും. ദിസ് ഈസ് അനദർ കൺസ്ട്രെയിൻറ്റ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അടുത്തത് ഏതാ വരുന്നത്? 5 - y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്ത യൂണിറ്റ്. സോ -y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5. നെഗറ്റീവ് നെഗറ്റീവ് ഇനിക്വാളിറ്റി, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അഗെയിൻ. ദിസ് ഈസ് അനദർ കൺസ്ട്രെയിൻറ്റ്. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? വിച്ച് ഈസ് ദ അതർ യൂണിറ്റ്? 4 - 8 - x - y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? ഇതാണ് ക്യൂ എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന യൂണിറ്റ്. 4 -8 - x - y. Therefore, open the bracket, -8 + x + y greater than or equal to 0. 4 - 8 - 4 plus x plus y greater than or equal to 0. X plus y greater than or equal to 4. X plus y greater than or equal to 4. ഈ -4 അങ്ങനെ കൊടുക്കുകയാണ്. 0 + 4 എന്നേ ഉള്ളൂ. അവിടെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ അല്ല. അതുകൊണ്ട് അവിടെ ഇനിക്വാളിറ്റി റിവേഴ്സ് ആവില്ല. സോ ദിസ് ഈസ് ദി അനദർ കൺസ്ട്രെയിൻസ്. സോ ഹൗ മെനി കൺസ്ട്രെയിൻസ് ആർ there? This one, x comma y greater than or equal to 0, x plus y less than or equal to 8, x less than or equal to 5, y less than or equal to 5 and x plus y greater than or equal to 4. ഇത്രയാണ് കൺസ്ട്രെയിൻസ് വരുന്നത്. നൗ അപ്പോൾ കൺസ്ട്രെയിൻസ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എഴുതണം. നൗ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. minimize the transportation cost എന്നാണ്. സോ മിനിമൈസ് z is equal to കോസ്റ്റ്. എല്ലാ യൂണിറ്റ്സിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് ഡിപ്പോട്ടിലേക്ക് പോകുന്ന യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് നോക്കിയാൽ മതി. പി നിന്ന് എയിലേക്ക് എത്ര വരും? 160x. എക്സ് യൂണിറ്റ്സ് പോണു 160 റുപ്പീസുമാണ്. അപ്പോൾ 160x. പി നിന്ന് വൈയിലേക്ക് 100 റുപ്പീസാണ്. സോ 100y. പി നിന്ന് സിയിലേക്ക് ഇറ്റ് ഈസ് 150. So 150 into 8 minus x minus y plus. അപ്പോൾ പി എന്ന് എ ബി സിയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എഴുതി. ഇനി അടുത്തത് ക്യൂ എന്ന് എ ബി സിയിലേക്കുള്ളത്. സോ വാട്ട് ഈസ് ഇറ്റ്? 100 into 5 minus x plus 120 into 5 minus y. Next 100 into ഈ 4 - 8 - x - y എന്നുള്ളത് നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വരുന്നത്? -4 + x + y എന്നുള്ളതാണ് ആ യൂണിറ്റ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇറ്റ് ഈസ് -4 + x + y എന്നുള്ളതാണ്. അത്രയാണ് യൂണിറ്റ്. അത് ഇവിടുന്ന് ഡയറക്റ്റ്ലി ഞാൻ അത് എഴുതിയെന്ന് മാത്രം. 4 മൈനസ് ഓഫ് ദ യൂണിറ്റ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4 + x + y. സോ ടോട്ടൽ കോസ്റ്റ് യൂണിറ്റ് ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 into -4 + x + y. ദിസ് ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇവിടെ എക്സും വൈ എന്നുള്ള വേരിയബിൾസ് ലൈക്ക് ടേംസ് വരും. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫംഗ്ഷൻ എഴുതണം. സോ ലെറ്റ് us multiply this. 160x plus 100y
plus 150 into 8, 1200 minus 150x minus 150y. 150 into 8 എന്ന് പറയുമ്പോൾ 1200 minus 150x minus 150y plus 100 into 5, 500 minus 100x plus 600 minus 120y, 120 into 5, open the bracket, 600 minus 120y minus 100 into 4, 400 plus 100x plus 100y എന്ന് വരും. minus 400 plus 100x plus 100y. ഇനി ലൈക്ക് ടേംസ് ആഡ് ചെയ്യുക, എക്സും വൈയും ഇൻവോൾവ് ചെയ്യുന്നത്. ദാ എക്സ് എക്സ് വൈ ഇറ്റ് ഇസ് എക്സ് എക്സ്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 160 മൈനസ് 150 10 വരും. 160 മൈനസ് 150 10. 10x minus 100x plus 100x minus 100x plus 100x ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി എന്തേ വരുള്ളൂ? 10x ആണ് അവിടെ വരുന്നത്. എക്സിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് വിൽ ഗിവ് ആസ് 10x വിച്ച് ഈസ് ഈക്വൽ ടു 10x. അടുത്തത് y നോക്കാം. 100y minus 150y minus 120y plus 100y. ലൈക്ക് ടേംസ് ആയി. ഇനി അതെല്ലാം ആഡ് ചെയ്ത് നോക്കൂ. 100y minus 150y, 100 minus 150 minus 50y. പിന്നെ വരുന്നത് minus 120y plus 100y, 100y minus 120y. അപ്പോൾ so you will get as minus 120 and 50 means minus 170, minus 170 plus 100 എന്ന് ചെയ്യുമ്പോൾ ബാക്കി നെഗറ്റീവ് 70y എന്ന് വരും. സോ വാട്ട് യു ഗെറ്റ് ഈസ് നെഗറ്റീവ് 70y. വൈയുടെ ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് 70y ആണ്. ഇനിയുള്ളത് കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻ്റ് നോക്കൂ. ദാ 1200 500 600 minus 400 ഇതെല്ലാം കോൺസ്റ്റൻ്റ്. ആഡ് ചെയ്യൂ. അപ്പോൾ 1200 plus 500 12,000, 1200 500 ചെയ്യുമ്പോൾ 1700 plus 600 2300 minus 400 1900 വരും. 1900. So the answer is plus 1900. This is what you get. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻ വരുന്നത്. ഇതിൽ 10 കോമൺ ആണ്. സോ വാട്ട് യു ക്യാൻ റൈറ്റ്? 10 ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, എക്സ് മൈനസ് 7y പ്ലസ് 190. Isn't it? x minus 7y plus 190. 10 into x, 10 minus 70y plus 1900 എന്നുള്ളത് വരും. So this is the transportation cost. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് നോട്ട് വൈൻഡ് അപ്പ്, ദാറ്റ് മീൻസ് വിൽ റൈറ്റ് ദ LPP പ്രോബ്ലം ആസ് സച്ച്. നൗ ദ LPP is therefore LPP is minimize the transportation cost 10 into x minus 7y plus 190 subject to the constraints x comma y greater than or equal to 0. ആ നേരത്തെ എഴുതിയ കൺസ്ട്രെയിൻസ് ഒക്കെ മാർക്ക് ചെയ്തെന്നും വിചാരിക്കണോ, അത് എഴുതുക. അത് 1 by 1 റൈറ്റ് ഇറ്റ് ബിലോ. എക്സ് കോമ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, y less than or equal to 5, isn't it? X plus y greater than or equal to 4. This is the problem. ഇതാണ് required LPP. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ
ഇവിടെ ആകെ കൂടി നമുക്ക് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് മാത്രം നോക്കിയാൽ മതി. യൂണിറ്റ്സ് എത്ര പാസ് ചെയ്യണമെന്നുള്ളത് എഴുതി വെക്കുക. ഓരോ യൂണിറ്റ്സും നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും കൺസ്ട്രെയിൻസ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് simplify it. That is what you get in this way. Now as usual, draw the graph. Now to draw the graph, consider the x and y axis, the origin, ഓരോ കൺസ്റ്റൻസ് x plus y equal to 8, x plus y equal to 8ൽ x 0, y 8, y 0, x 0, y 8, y when y 0, x 8. അപ്പോൾ 0, 8, 8, 0. This is the graph. This is the graph of x plus y equal to 8. Origin എടുക്കാം. Origin inequality substitute ചെയ്യുമ്പോൾ 0 less than 8, it is true. അല്ലേ? So this will be the required region. താഴോട്ട്. അടുത്തത് x less than or equal to 5. x less than or equal to 5 എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി എന്താ വരിക? x equal to 5. x equal to 5 എന്നുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും? a straight line parallel to the y axis ആണ്. x equal to k, a line parallel to y axis. ഇവിടെ 5 ആണ്. ക്ലിയർ? x equal to 5. നമുക്ക് എന്താ വേണ്ടത് ഇനിക്വാളിറ്റി? x less than or equal to 5. x less than or equal to 5 എന്ന് പറയുമ്പോൾ x less than 5 എന്ന് പറയുമ്പോൾ ഈ ഭാഗമല്ല വരിക. ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ് പോവുക. x less than 5 എന്ന് പറയുമ്പോൾ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോവും. ദ നെക്സ്റ്റ് വൺ, y less than or equal to 5, ഇക്വേഷൻ എന്ന് പറയുന്നത് y equal to 5 ആണ്. അപ്പോൾ y equal to 5, ഇവിടെ a line which is parallel to x axis, y equal to k, 11th പഠിക്കുന്നുണ്ട്. y equal to k parallel to x axis, x equal to k parallel to y axis. സെയിം വേ. അപ്പോൾ ഇവിടെ 5, 0 ആണ്. ദിസ് ഈസ് ദ പോയിന്റ് 0, 5. ഓക്കെ, ഇനി എന്താ വേണ്ടത്? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. y 5-നേക്കാളും താഴെ, 5-നേക്കാളും താഴെ വരുന്നത് ഡൗൺവേർഡ്സ് ആണ്. y ഒക്കെ നെഗറ്റീവ്, 5 അപ്വേർഡ്സ് പോകുമ്പോൾ അത് പോസിറ്റീവ് മോർ ദാൻ 5 ആണ്. സോ ഹിയർ കംസ് ദ ഡൗൺവേർഡ്സ് കംസ് ദി സൊല്യൂഷൻ ഫോർ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അടുത്തത് x plus y greater than or equal to 4. x plus y equal to 4 വരയ്ക്കാം. and x is 0, y is 4, when y is 0, x is 4. അപ്പോൾ 0, 4, 0, 4, അടുത്തത് 4, 0. So draw this graph. So this is the graph of x plus y equal to 4. Origin എടുക്കാം. ഇനിക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ 0 greater than 4, it's false. 0 greater than 4 അല്ല. So it goes upwards. ഈ ഭാഗം വരില്ല. This side will never come. The solution will be the upper region. കാരണം 0 greater than 4 എന്നുള്ളത് false statement ആണ്. Therefore the upper region. Now അപ്പോൾ എല്ലാ കൺസ്ട്രെയിൻസും വരച്ചു കഴിഞ്ഞു. സോ വാട്ട് വിൽ ബി ദി റിക്വയർഡ് ഫീസിബിൾ റീജിയൻ എന്ന് ഓർത്ത് നോക്കുക. ദിസ് സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് താഴോട്ട്, ഹിയർ ദിസ് സൈഡ്, സിമിലർലി ദിസ് ഗ്രാഫ് ടു ദിസ് സൈഡ് ഹിയർ. അപ്പോൾ ഏതായിരിക്കും റീജിയൻ വരിക? ദിസ് വൺ. ദിസ് ഈസ് ദ റിക്വയർഡ് ഫീസിബിൾ റീജിയൻ. Now what are the points? A, B, C,
D, E, F. Are 6 points. A, B, C, D, E, F. These are the points. Adile A 0,4, B 4,0, C 5,0. D naranada intersecting two lines, E naranadum intersecting two lines. Then F 0,5, A 0,4. So what we have to do? Are രണ്ട് points D യും E യും കണ്ടുപിടിക്കണം. Let us see what is that. D എന്ന് പറയുന്നത് x equal to 5 എന്നുള്ള ഗ്രാഫും then which is that x plus y equal to 8 ന്റെ intersecting ആണ്. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി x 5 ആണ്. 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ what is y? 8 minus 5 3. അപ്പോൾ D എന്ന് പറയുന്ന പോയിന്റ് എന്ത് വരും? 5,3 എന്ന് വരും. Now what is E? In the same manner E കണ്ടു, ഇത് D കാണാനായിട്ട് E കാണാനായിട്ട് E എന്ന് പറയുന്നത് intersecting of y is equal to 5ഉം same way x plus y is equal to 8ഉം. അപ്പോൾ x plus 5 is equal to 8, so x is equal to 3. So what is the other point? 3,5 എന്ന് വരും. This is 3,5. x is 3, y is 5. ഈ പോയിന്റ് intersecting point. അപ്പോൾ നമുക്ക് എല്ലാ കോർണർ പോയിന്റ്സും കിട്ടി കഴിഞ്ഞു. Now we can go for the column. So the corner point Z 10 into x minus 7y plus 190 എന്നുള്ളതാണ് Z. നേരത്തെ കണ്ടു കഴിഞ്ഞു. 10 into x minus 7y plus 190. കോർണർ പോയിന്റ്സ് എഴുതാം. A 0,4, B 4,0, C 5,0, D 5,3, E 3,5, F 0,5. This way 6 points, 0, 4, 0, 5, then 3, 5 and 5, 3 are there, then 4, 0 and 5, 0. Okay. Now let us substitute in Z. Z will substitute ചെയ്യാം 4, y 4, x 0 ആണ്, x 0 ആണ്, y 4 ആണ്. So 10 into minus 4, 7 into 4 minus 28 plus 190. ഇത് സോൾവ് ചെയ്യാം. ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ 0,4ൽ വാല്യൂ വരുന്നത് 1620 എന്നാണ്. ദിസ് ഈസ് ദ വാല്യൂ. സെയിം വേ 4 0 കൊടുക്കുക, എക്സിന് 4, വൈന് 0. അപ്പോൾ 10 into 4 minus 0 plus 190 വരും. 10 4s are 40 plus 190, 10 4s are 40 plus 1900. What you will get as 1940. 1940 എന്ന് വരും. The same way അടുത്തത് 5,0, എക്സിന് 5 കൊടുക്കുക. അപ്പോൾ 10 into 5, the next is 0 plus 190. 10 into 190 plus 5, 195. So 195 into 10 എന്ന് പറയുമ്പോൾ 1950 എന്ന് വരും. The next one 5,3, എക്സിന് 5ഉം വൈക്കും 3 കൊടുക്കുക. 5 minus 3 721 plus 190. So 10 into 195 minus 21 925 7 174. So 1740 എന്ന് വരും. 1740 is the value. 35 ഇതേപോലെ 10 into 3 7 5 35 plus 190. So 10 into 193 minus 35 8 5 158 1580 ആയിട്ട് വരും. When x is 3 and y is 5, we get the answer as 1580. Now the last one 0,5, x y 5 ആവും. അപ്പോൾ 10 into 0 minus 35 plus 190. 190 അപ്പോൾ 10 into minus 35. 1550. 1550 will be the value. So, corner points le
റിക്വയർഡ് സെഡ് വാല്യൂ ആണ് എഴുതിയത്. നമുക്ക് എന്താണ് സെഡ് അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്, അത് മിനിമം കാണാനാണ് ചോദ്യം. സോ മിനിമം വാല്യൂ 16, 19, 19, 17, 15 and 15, 1580, 1550 minimum. So this will be the minimum value. So transportation cost minimum എത്ര ആയിട്ട് വരും? 1550. At what value? When x is 0 and 5. So പക്ഷേ ഇതല്ല ചോദ്യം. നമ്മളോട് ചോദ്യം എന്താ? What should be the number of units that must be transported from each factory to each depot ആണ്. ആ ഓരോ യൂണിറ്റ്സ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പി എന്ന് എ ബി സിയിലേക്ക് എത്ര യൂണിറ്റ്സ് പോവും, ക്യൂ എന്ന് എ ബി സിയിലേക്ക് എത്ര യൂണിറ്റ്സ് പോവും. നമുക്കിവിടെ എക്സ് എന്താണ് കിട്ടിയത്? 0, വൈ എന്താണ് കിട്ടിയത്? 5. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വി റൈറ്റ്? hence from P to ABC എത്ര യൂണിറ്റ്സ് പോകണം? പി നിന്ന് എയിലേക്ക് പോണത് എക്സ് ആണ്, അതായത് 0 യൂണിറ്റ്സ് പോകണം. പി നിന്ന് ബിയിലേക്ക് പോണത് വൈ യൂണിറ്റ്സ് ആണ്, അപ്പോൾ 5 യൂണിറ്റ്സ് പോകണം. പിന്നെ പി നിന്ന് സിയിലേക്ക് പോകേണ്ടത് ഫിഗർ നോക്കുക, 8 - x - 5, അതായത് 8 - 0 - 5. എക്സ് 0 ആണ്, വൈ 5 ആണ്. അപ്പോൾ 8 - 5 വിച്ച് ഈസ് 3. 0, 5, 3 യൂണിറ്റ്സ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ്. പി എന്നുള്ള ഫാക്ടറിയിൽ നിന്ന് ഡിപ്പോട്ട് എ ബി സിയിലേക്ക് എത്ര കോമോഡിറ്റീസ് പോകണം? 0 യൂണിറ്റ്സ് പോകണം, 5 യൂണിറ്റ്സ് പോകണം, 3 യൂണിറ്റ്സ് പോകണം. ഇതേപോലെ ഹെൻസ് ഫ്രം ക്യൂ ടു എ ബി സി, ക്യൂ എന്ന് എ ബി സിയിലേക്ക് എത്ര യൂണിറ്റ്സ് പോകണം? നമ്മൾ ഓരോ യൂണിറ്റ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 5 - x, 5 - y, അടുത്തത് -4 + x + y. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കാണും. ഫ്രം ക്യൂ ടു എ, എക്സ് അവിടെ 0, വൈ 5 തന്നെ. സോ 5 - x എന്ന് പറയുമ്പോൾ 5 - 0, 5. അടുത്തത് ക്യൂ എന്ന് ബിയിലേക്ക് 5 - y ആണ്, അതായത് 5 - 5, 0. അടുത്തത് ക്യൂ എന്ന് സിയിലേക്ക് പോകേണ്ട യൂണിറ്റ് -4 + x + y ആണ്. -4 + x + y യൂണിറ്റ്സ് ആണ് ക്യൂ എന്ന് സിയിലേക്ക് പോകേണ്ടത്. എക്സ് 0 കൊടുക്കുക, വൈ 5 കൊടുക്കുക. -4 + 0 + 5, 5 - 4, 1. This completes the problem. അതായത് എത്രയും മാത്രം യൂണിറ്റ്സ് ഓരോ ഫാക്ടറിയിൽ നിന്നും ഈ ഡിപ്പോട്ട്സിലേക്ക് പോകണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പി എന്ന് എ ബി സിയിലേക്ക് 0, 5, 3 യൂണിറ്റ്സ് ആയിട്ടും ക്യൂ എന്ന് എ ബി സിയിലേക്ക് 5, 0, 1 യൂണിറ്റ്സ് ആയിട്ടും ഇത്ര യൂണിറ്റ്സ് പോകുമ്പോഴാണ് ആ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആയിട്ട് വരുന്നത്.